ഹില്ലിലെ ലാവണ്ടർ വിശേഷങ്ങളുമായി പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ റോഡ് കാണുമ്പോൾ കേരളത്തിലെ ചില പ്രദേശങ്ങളിൽ കൂടെ യാത്ര ചെയ്യുന്ന ഒരു ഫീലാണ് ലഭിക്കുന്നത്. മനോഹരമായ ഗ്രാമീണ വഴി, അതിന് രണ്ട് വശങ്ങളിലുമായിട്ട് മരങ്ങൾക്കപ്പുറം പാടങ്ങളുണ്ട്. പക്ഷേ പാടങ്ങൾ വ്യക്തമായി ഫ്രെയിമിൽ കാണാൻ സാധിക്കില്ല. ഏകദേശം 3 മിനിറ്റ് കൊണ്ട് ലൊക്കേഷനിൽ എത്തും എന്നാണ് മാപ്പിൽ കാണിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് വലത്തേക്കാണ്. ഈ ലാവണ്ടർ ഫാമിൻ്റെ പോസ്റ്റ് കോഡ് വരുന്നത് WR127JY ആണ്. നമ്മളിപ്പോൾ ലെസ്റ്ററിൽ നിന്ന് വന്നതുകൊണ്ട് ഏകദേശം 1.5 മണിക്കൂർ ഇവിടേക്ക് എത്താൻ യാത്ര ചെയ്യണമായിരുന്നു. അങ്ങനെ നമ്മൾ ലാവണ്ടർ ഫാമിൻ്റെ പാർക്കിങ്ങിലേക്ക് കിടക്കുകയാണ്. നല്ല തിരക്കാണെന്ന് തോന്നുന്നു. നേരെ മുമ്പോട്ട് ക്യാമ്പർ വാനുകളുടെയൊക്കെ പാർക്കിങ്ങാണ്. ഇടത്തേക്കാണ് കാറുകളുടെ പാർക്കിങ്. വണ്ടിയിടാൻ എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടുമോ എന്ന് നോക്കാം. ഇവിടെ ടിക്കറ്റ് മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നേരിട്ട് വന്നാൽ ടിക്കറ്റ് ലഭിക്കും. എന്നാൽ 15 പേർക്ക് മുകളിലുള്ള ഗ്രൂപ്പായിട്ടാണ് വരുന്നതെങ്കിൽ ഇവരെ മുൻകൂട്ടി വിളിച്ചറിയിച്ചാൽ കൂടുതൽ സൗകര്യപ്രദമായിരിക്കും എന്നാണ് ഇവർ പറയുന്നത്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ഇവിടുത്തെ പ്രവേശന സമയം. 5 മണി വരെയാണ് പ്രവേശന സമയം എങ്കിലും 4:45 ശേഷം ഇവർ അകത്തേക്ക് ആളുകളെ പ്രവേശിപ്പിക്കില്ല. അതുപോലെ തന്നെ കാർഡ് പേയ്മെൻറ്റ് വഴി മാത്രമാണ് ഇവരിവിടെ ടിക്കറ്റ് നൽകുന്നത്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമാണ്. ഇവിടുത്തെ കഫേയോട് ചേർന്നുള്ള പാടങ്ങളിൽ ഈ ലാവണ്ടറിൻ്റെ വരികൾക്കിടയിലൂടെ തന്നെ മേശയും ഇരിപ്പിടങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വേനൽക്കാലമായാൽ നിരവധി ലാവണ്ടർ ഫാമുകൾ ഇംഗ്ലണ്ടിലുടനീളം സന്ദർശകരെ പ്രവേശിപ്പിച്ചു തുടങ്ങും. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലാവും ഇത്തരം പാടങ്ങൾ പ്രദർശനത്തിനായി തുറക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്സ്വേൾഡ് ലാവണ്ടർ ഫാമിലാണ്. സ്നോഷില്ലിലെ ഹിൽബാൺ ഫാമിലാണ് ഈ ലാവണ്ടർ പാടം സ്ഥിതി ചെയ്യുന്നത്. ആയിരത്തി 1999 ഈ ഹിൽബാൺ ഫാമിൽ ലാവണ്ടർ കൃഷി ആദ്യമായി ആരംഭിച്ചത്. മുൻപ് 70 ഏക്കറിൽ അവർ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ 45 ഏക്കറിൽ മാത്രമാണ് ഇത്തവണ ലാവണ്ടർ കൃഷി ചെയ്തിരിക്കുന്നത്. ഇതിൽ നിന്ന് ഇവർ ലാവണ്ടർ ഓയിൽ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. ഈ 45 ഏക്കറിൽ 20 ഏക്കർ മാത്രമാണ് ആളുകൾക്ക് സന്ദർശിക്കാനായിട്ട് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ലാവണ്ടർ കൂടാതെ വൈൽഡ് ഫ്ലവർ മെഡോസും ഇവരിവിടെ ഒരുക്കിയിട്ടുണ്ട്. അതാണ് ഈ മുൻപിൽ കാണുന്നത്. നമ്മളിപ്പോൾ കണ്ടതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചാനുഭവമാണ് വിവിധ നിറങ്ങളിലുള്ള മനോഹരമായ ഈ പൂക്കൾ നമുക്ക് നൽകുന്നത്. നമ്മളിവിടേക്ക് വന്ന സമയത്ത് ഇത്രയധികം തിരക്കൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ വെയിലിൻ്റെ ആ ഒരു കാഠിന്യമൊക്കെ അങ്ങ് കുറഞ്ഞതോടെ ആളുകളുടെ ഒരു തിരക്ക് തന്നെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. നമ്മളിവിടേക്ക് കയറി വന്ന എൻട്രൻസിൽ തന്നെ കോഫിയും സ്നാക്സും ഒക്കെ വിൽക്കുന്ന കടകളുണ്ട്. അതുപോലെ തന്നെ ലാവൻഡർ ഓയിൽ അടങ്ങിയിട്ടുള്ള വിവിധയിനം വസ്തുക്കൾ ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുമുണ്ട്.
ഈ ഫാമിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.